മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അവധിക്കാലമെല്ലാം കഴിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ സജീവമായിട്ടുണ്ടെന്നും സജീവമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവർ അലിക്ക് പകരക്കാരനായിക്കൊണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഡിഫൻഡറെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് 16 ചാൻസ് ക്രിയേറ്റുമായിക്കൊണ്ട് നോഹ സദോരിക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാറ്റിൽ ഒരു കാര്യം കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റാറ്റുകളിലും പൊതുവെ അഡ്രിയാൻ ലൂണയാണ് ഇടം പിടിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിൽ ലൂണയെ സ്റ്റാറ്റുകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ലൂണ ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അൻവർ അലിക്ക് പകരക്കാരനായിക്കൊണ്ട് ഹോർമിപ്പാം റൂവയെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് ഹോർമിയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ട്രാൻസ്ഫർ നമുക്ക് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. പണത്തിൻ്റെ കാര്യമായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കരാർ കാലാവധി കഴിഞ്ഞ മലയാളി താരമായ KP രാഹുലിനെയും ഇത്തരത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുമെന്നും അത്തരത്തിലാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം രാഹുൽ KPക്ക് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനാൽ കരാർ കാലാവധി കഴിയുന്നതിന് മുൻപ് രാഹുൽ KPയെ വിൽക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു തുക ട്രാൻസ്ഫർ ഫീ ആയെങ്കിലും ലഭിക്കും. അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അവധിക്കാലമെല്ലാം കഴിഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇന്നെല്ലാം സജീവമായിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ടീമെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുമായിട്ട് ഒരു സൗഹൃദ മത്സരം കളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ണർമാരായ മനോരമയെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.